എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ്, അതായത് ബ്രെഡ് പോപ്സ്. ഞാൻ ആദ്യം വിചാരിച്ചു കേക്ക് വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്യാമെന്ന്. പക്ഷെ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ് അല്ലേ, അപ്പൊ കേക്ക് ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നിൽക്കണം. ഇപ്പൊ ബ്രെഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതും അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്രെഡ് വെച്ചിട്ട് കുട്ടികൾക്കും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പൊ പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ആ സമയത്ത് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, പ്രത്യേകിച്ച് മക്കളെ കൊണ്ട് ഉണ്ടാക്കിക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ബീഫ് ബിരിയാണി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വെജിറ്റേറിയൻ ഡിഷസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീനസ് കറികളിൽ ഒരു 80% ഡിഷസും വെജിറ്റേറിയൻ ആണ് കേട്ടോ. അത് ഞാൻ പ്ലേലിസ്റ്റ് തരം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. ഇപ്പൊ മെഴുക്ക് വരട്ടികൾ തന്നെയുണ്ട്, അതുപോലെ തന്നെ ഒഴിച്ചുകറികൾ ഉണ്ട്, അല്ലെങ്കിൽ കേരള വെജിറ്റേറിയൻ ഡിഷസ് മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വെജിറ്റേറിയൻ ഡിഷസ് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രെഡ് പോപ്സ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രെഡ് പോപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം, വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിക്കാം. ഏത് ചോക്ലേറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചായപാത്രത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് വെള്ളം തിളച്ച് വരുമ്പോൾ ആ ചൂട് കൊണ്ടാണ് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആവേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാത്രത്തിലത്തെ വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം തിളച്ച് പുറത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 ഭാഗം മാത്രം വെള്ളം നിൽക്കാൻ പാടുള്ളൂ. അതിലോട്ട് നമുക്ക് ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എന്നിട്ട് നന്നായി അലിയിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഹെർഷീസിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാ ചോക്ലേറ്റ് അലിഞ്ഞ് വരുമ്പോൾ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ കേക്ക് പോപ്സ് ആയിട്ടാണ് ചെയ്യാറുള്ളത്, പക്ഷേ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പോപ്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അരുവൊക്കെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് നമ്മുടെ വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡോ ഏത് ബ്രെഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ബ്രെഡ് ഉപയോഗിക്കാം. ഞാൻ 2 തരത്തിൽ ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ 5 സ്ലൈസ് ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായി പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇതാ നന്നായിട്ട് വളരെ നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ലൈസ് ബ്രെഡും പൊടിച്ചെടുക്കാം. ഇതാ അടുത്ത പീസ് ഞാനിവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ 2 തരത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രെഡ് പൊടിച്ചതില്ലേ അത് നമുക്ക് ഇത് പോപ്സ് ആയിട്ട് മാറ്റാം. ചെറിയൊരു മധുരമുള്ള മിൽക്ക് ബ്രെഡാണ്, അതേസമയം ഒരുപാട് മധുരമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കുറച്ച് ചൂടുവെള്ളം നന്നായി തിളപ്പിക്കുക, അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക, അതിനുശേഷം എടുത്തു വെക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് മെൽറ്റഡ് ബട്ടർ, അതായത് ബട്ടർ ഉരുക്കിയത് അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല, ഉരുക്കിയതോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബോളുകളായിട്ട് ഉരുട്ടി മാറ്റി വെക്കണം. കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഒരുപാട് മധുരം ആക്കണ്ട, കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉരുക്കിയിട്ടുള്ള ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഒരു അല്പം വാനില എസൻസ് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. 2 ഡ്രോപ്പ് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ഉരുളയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഷുഗർ സിറപ്പോ ഒന്നും ഒഴിക്കണ്ട. കാരണം നമ്മളിനി ഇത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊരു ബേസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കറക്റ്റായിരുന്നു 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ചെറിയതായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസ്, ഒരുപാട് വലിയ ഉരുളകൾ വേണ്ട.
ഇതാ നമുക്ക് 5 ഉരുളയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്യാൻഡി സ്റ്റിക്സ്, അതല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക്, ഇതൊന്നും അല്ലെങ്കിൽ ഈർക്കിലി, എന്തെങ്കിലും ഒരു വടി, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള കാരണം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്യാൻഡി സ്റ്റിക്കാണ്, നമുക്കിവിടെ സ്പിനീസിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ സ്റ്റിക്ക് ഇല്ലെങ്കിലും വെറുതെ ബോളുകളാക്കിയിട്ട് നമുക്ക് ചോക്ലേറ്റിൽ മുക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റിക്കും നിങ്ങളുടെ അടുത്തുള്ള ഏത് സ്റ്റിക്കാണ് ആ സ്റ്റിക്ക് എടുക്കുക. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലെടുത്ത് വെക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ആദ്യം ഈ അറ്റം മാത്രം ജസ്റ്റ് ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ബോളിലോട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സംഭവം നമുക്കൊരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ശരിക്കും അങ്ങോട്ട് പിടിച്ചോളും. മാത്രമല്ല ഇത് സ്റ്റിക്ക് വിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റിക്കും ഈ ചോക്ലേറ്റിൽ മുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമുക്കങ്ങ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഒരുപാട് ഉള്ളിലോട്ട് തള്ളണ്ട, കുറച്ച് മാത്രം ഉള്ളിലോട്ട് തള്ളിയാൽ മതി കേട്ടോ. 5 സ്റ്റിക്കും ഞാനിതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പോപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഷൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ രണ്ടാമതായി പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഞാനിവിടെ ചോക്ലേറ്റ് ഉരുക്കിയ ബൗളില്ലേ അതിലോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കാരണം ഈ ചോക്ലേറ്റ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീട്ടിൽ ന്യൂട്ടെല്ലയുടെ ടേസ്റ്റുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ. അതാണിത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ന്യൂട്ടെല്ല ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ആയിട്ട് കിട്ടും. ഹെർഷീസിൻ്റെ എന്നല്ല, ഏതാണെങ്കിലും ചോക്ലേറ്റ് സിറപ്പ് ആയിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും ഒന്നും അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉരുക്കിയ പോലെ തന്നെ ചോക്ലേറ്റ് ഉരുക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. എന്തായാലും ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാവണമെന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ഷുഗർ ചേർക്കുന്നില്ല, കാരണം ഇതിൽ തന്നെ അത്യാവശ്യം ഷുഗർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ പഞ്ചസാര സിറപ്പ് ചേർക്കുകയോ ആവാം. ചേർത്ത് കൊടുത്ത് നമുക്ക് നോക്കാം എത്ര വേണ്ടി വരും എന്നുള്ള കാര്യം. കാരണം നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് മതിയാകും. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലിപ്പോൾ നമ്മളെ ചോക്ലേറ്റ് സ്പ്രെഡിൽ തന്നെ അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഈവൻ ന്യൂട്ടെല്ല ആണെങ്കിലും എല്ലാത്തിലും അവർ നമ്മുടെ ഈവൻ വാനില എസൻസ് പോലും ഉണ്ടാവും. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സൈഡിലുള്ള നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാതെ വേസ്റ്റാക്കി കളയണ്ട. അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അത് നല്ല ഉരുളിയാക്കി ഉരുട്ടാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഉരുട്ടിയെടുക്കുമ്പോൾ അങ്ങ് വിണ്ടു പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറയുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, കറക്റ്റാണ് ആ ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി അങ്ങ് നേരത്തെ കാണിച്ച പോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണിത്. കുട്ടികൾക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രെഡ് ഇല്ലാത്ത വീടുകളില്ല അല്ലേ. ഇത് സെയിം റെസിപ്പി തന്നെ നിങ്ങൾക്ക് കേക്ക് വെച്ചിട്ടും ചെയ്യാം. അതായത് പ്ലെയിൻ കേക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കോ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സെയിം മെത്തേഡാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉരുട്ടിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് വീണ്ടും ഇതിലും ഈ സ്റ്റിക്ക് ഒരുപാട് ഉള്ളിലോട്ട് കയറ്റണ്ട കേട്ടോ. ഒരുപാട് ഉള്ളിലോട്ട് കയറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മറ്റേ പോപ്സ് റെഡി ആയിട്ടുണ്ടാവും. കുക്കിംഗ് ചോക്ലേറ്റ് ഒന്നും വേണ്ട കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചാൽ മതി ഇത് മെൽറ്റ് ചെയ്യാൻ. കുക്കിംഗ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര നന്നായി വന്നു, ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കൊണ്ടുവരാം. അപ്പോഴേക്കും മറ്റേത് എടുത്തിട്ട് വരാം. ഞാൻ പിന്നെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സ്റ്റാൻഡ്സ് എടുത്തിട്ടുണ്ട്. പല ഷേപ്പിലും പല കളറിലും അവൈലബിൾ ആണ്. ഇത് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ മെൽറ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷുഗർ സ്റ്റാൻഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ, അത് പല കളറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ കേക്ക് പോപ്സും നമ്മുടെ ഈ തണുത്തിരിക്കുന്ന ചോക്ലേറ്റിലോട്ട് അങ്ങ് ഡിപ്പ് ചെയ്യുക. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് കളയാം. അതിനുശേഷം അതിന് മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ മുക്കിയാലും മതി കേട്ടോ. അതിൽ മുക്കിനേക്കാളും നല്ലത് ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഇപ്പം തന്നെ ചെയ്യണം, കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇത് നമുക്കൊരു ഗ്ലാസ്സിൽ ഞാനിങ്ങനെ വെക്കാൻ പോവുകയാണ്. ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിൽ കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് വെക്കാം. ഗ്ലാസ്സിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനേക്കാളും ചെറിയൊരു ഗ്ലാസ് ആയിരിക്കണം. കുറച്ച് വായവട്ടമുള്ള ഗ്ലാസ്സോ ആണെങ്കിൽ തൊട്ടി പിടിക്കില്ല പരസ്പരം കേട്ടോ.
അതേപോലെ തന്നെ ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. എക്സസ് ആയിട്ടുള്ള കളയുക. അതിനുശേഷം ഞാൻ കാണിച്ച പോലെ തന്നെ ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റെഡി ആയിരിക്കുന്ന കപ്പ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് വരാം. അപ്പോഴേക്കും മറ്റേത് റെഡി ആയിട്ടുണ്ട്, അത് നമുക്കെടുത്ത് ഇതേപോലെ തന്നെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോളും കറക്റ്റായിട്ട് ഇവിടെ ഫ്രീസായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ മറ്റേ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി കേട്ടോ. ഞാൻ 2 തരത്തിലുള്ള ഓപ്ഷൻ കാണിച്ചു തന്നു മാത്രം. ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു മഗ്ഗിൽ കുത്തിവെക്കുക. ഞാനിപ്പോൾ നേരത്തെ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര എൻ്റെ അടുത്ത് ഇത്രയും കുത്തിവെക്കാനുള്ള പഞ്ചസാര ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ആട്ടാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടില്ല. മുട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകുന്നതുകൊണ്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും കപ്പിൻ്റെ ഉള്ളിൽ ആട്ടയോ മൈദയോ എന്താണെങ്കിലും നിറയ്ക്കുക. എന്നിട്ട് ഇതേപോലെ വെക്കുക കേട്ടോ. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവസാനത്തെ ബ്രെഡ് പോപ്സും ഞാൻ ചോക്ലേറ്റിൽ മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെക്കണം. അതിനുശേഷം മാത്രം ഈ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ചോക്ലേറ്റിൻ്റെ വെയിറ്റ് വരുമ്പോൾ ആ ബോൾ നമ്മളെ ചോക്ലേറ്റിലോട്ട് പോരും, വടിയിൽ നിന്ന് വിട്ടുപോരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് സ്പൂൺ കൊണ്ട് മേലെ കൂടെ ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഗ്ലാസ് വെക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന ആ സിറപ്പ് ഗ്ലാസ്സിലോട്ട് വീണോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. ചോക്ലേറ്റ് ബാക്കി വരണമെങ്കിൽ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് മോൾഡിലോട്ട് വെച്ചിട്ട് വീണ്ടും ഫ്രീസ് ചെയ്ത് ചോക്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിള്ളേരിപ്പോൾ ഇതൊക്കെ കാലിയാക്കിക്കോളും, ചോക്ലേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അല്ലേ. അപ്പോൾ നമുക്ക് ഇതും ഫ്രീസറിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ബ്രെഡ് പോപ്സ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം പുറത്ത് വെക്കാൻ പാടില്ല. അതായത് വെയിലത്തൊന്നും വെച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല കേട്ടോ. വെയിലത്തൊക്കെ വെച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉരുകി പോകും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അതിനുശേഷം അവരുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. മക്കളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കുക. എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയിട്ടോ ഫോട്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുക, എന്നെ ടാഗ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എങ്ങനെയുണ്ട്? കഴിച്ചോ? കാണിച്ചു അവി. ഇത് കളയാൻ പാടില്ല. ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ആരൊക്കെ ആക്കിണ്ടായിരുന്നത്? അപ്പൊ ചേട്ടൻ വൈറ്റ് കഴിച്ചു, അനിയൻ ചോക്ലേറ്റ് കഴിച്ചു. അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും തയ്യാറാക്കി നോക്ക.